കോമഡി ഉണ്ട്, കോമഡിക്ക് അത്ര നിലവാരമില്ല. ലോജിക്ക് കുറച്ച് കുറവാണ്, റിയലിസ്റ്റിക് അല്ല. കഴിച്ചിരിക്കാം, ടൈം പാസ് ആണ്. പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള കോംബോ എല്ലാവരും അഭിനയിക്കാൻ ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ആയില്ല. ആദ്യം നല്ല കോമഡിയായി തോന്നി, കുറച്ച് കഴിഞ്ഞാൽ വളുപ്പ് പോലെയാണ്. എനിക്കറിയില്ല, പുതിയ റിപ്പോർട്ടിങ്ങിന് അറിയില്ല. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. ഒരു കല്യാണം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇങ്ങനെ പലതും റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു. നമ്മൾ കണ്ടുമറന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞ ആ തരത്തിലുള്ള കോമഡികൾ, കല്യാണ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കോമഡിയാണ് അതിഗംഭീരമായിട്ട് വന്നിട്ട്. ഫുൾ ചിരി മസാല ഫെസ്റ്റിവലാണ്, കംപ്ലീറ്റ് എൻ്റർടൈൻമെൻ്റ് ആണ്, ഹാപ്പി എൻഡിങ് ഉള്ള നല്ല എല്ലാം സൂപ്പറായിട്ടുണ്ട്. കോംബോ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. പറയാമോ? അതായത് സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെ വളരെ സന്തോഷം. നമ്മള് ഒരു 24 ദിവസം ലാസ്റ്റ് എല്ലാവരും കൂടി ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ബെറ്റർ ആയിട്ട് വരുമെന്ന് നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ലല്ലോ. പക്ഷെ ഇത് ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ അതുപോലെ അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇത് ഒരു ഹിറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവട്ടെ. തിയേറ്ററിലെ റെസ്പോൺസ് എങ്ങനെ? അവള് ഇപ്പൊ എന്താ പറയാ, അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും കണക്ട് ആവാൻ പറ്റിയെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. അടിപൊളി വൈബായിരുന്നു, നല്ല എനർജി ആയിരുന്നു. ഭയങ്കര എനിക്ക് കണ്ടപ്പോ പിറമ്പെടുത്തറ. പിന്നെ ആളിയാണെങ്കിലും പൊളിച്ചിട്ടുണ്ട്. നല്ല എനർജിയാണ്, നല്ല വൈബായിരുന്നു. അടിപൊളിയായിരുന്നു പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊളിച്ചില്ലായിരുന്നു. ഫാമിലി ഫാമിലി നമ്മൾ കൊച്ചു പിള്ളേരോട്ട് വലിയ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു പരിപാടിയാണ് മൊത്തത്തിൽ. നമ്മളെല്ലാവരും അനുഭവിച്ചു പോയ കുറേ സംഭവങ്ങളും പരിപാടികളൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണക്ട് ആവാനോ അല്ലെങ്കിൽ എന്താണ് പിന്നെ വീട്ടിൽ പോയിട്ട് ആലോചിച്ച് ക്ലൈമാക്സ് ഒന്നും നമുക്ക് എല്ലാം ഇവിടെ തന്നെ കണ്ടാൽ അതായത് കൂട്ടുകാരൻ്റെ കല്യാണം പൊളിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പടം തന്നെയാണ്, കണ്ട ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഇനിയിപ്പോ നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായം പറയാം. തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആൾക്കാരുടെ എല്ലാവരുടെ റെസ്പോൺസ് ഭയങ്കര വൈബായിരുന്നു. കാരണം മ്യൂസിക്കും ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര എനർജി പമ്പിങ് ആണ്, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഇനി നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് എന്നും അടിപൊളിയാണല്ലോ. നിങ്ങൾ കാണുക, കണ്ട അഭിപ്രായം പറയാം. എന്ത് പറയണം? ഇതന്നെ സജി പറഞ്ഞ തന്നെ ഇഷ്ടം. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഞാൻ കാണാൻ നിൽക്കണേ. ആണോ? അപ്പോൾ നല്ല വൈബായിരുന്നു. നല്ല ഞങ്ങളൊക്കെ കണ്ടതാണ്. പ്രിവ്യൂ കണ്ടപ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു, ലൈക്ക് ഈ നമ്മളെ കാണിച്ചു വിട്ടിയ പരിപാടികളൊക്കെ വർക്കാവും പോകുന്നത്. തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കാം. അളിയനും പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അത് ഞാൻ 100% ഉറപ്പോടെ പറയും. അളിയൻ പരിപാടി വർക്കാവാത്ത ആരും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. നമുക്ക് അതിലൊരു അളിയനെ കാണാൻ പറ്റുമോ? പിന്നെ അത് വേറെ പരിപാടിയാണ്. എനിക്ക് വേണ്ട പൃഥ്വിരാജും രാജുവേട്ടനും ബേസിലേട്ടനും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ പടങ്ങൾ നമ്മൾ കാണണല്ലേ. രാജുവേട്ടൻ്റെ പരിപാടി എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. കാരണം പുള്ളിയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇല്ല, ഞങ്ങളുടെ സർപ്രൈസ് സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണുന്നത് പ്രിവ്യൂലാണ്. അപ്പോൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഇതായി, ഇത് തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരിക്കും. തിയേറ്ററിൽ കണ്ടപ്പോൾ അതിൻ്റെ ഇരട്ടി പരിപാടിയാണത്. ഇല്ല, ഞങ്ങൾ ടിക്കറ്റിൽ തന്നെ കണ്ടിട്ടുള്ള. ഞാൻ സെറ്റ് നേരിട്ട് കണ്ടിട്ടുള്ള കളമശ്ശേരിയിൽ. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ ശരിക്കും സെറ്റ് ഏതാ ഗുരുവായൂർ അമ്പലം ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എല്ലാവരും ആർട്ടിൻ്റെ ടീം ഭയങ്കരമായിട്ട് കലക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിലെ പൃഥ്വിരാജിൻ്റെ കോമ്പോ അത് സൂപ്പറായിട്ടുണ്ട്. അനശ്വരം അതേപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ അളിയനായിട്ടല്ലേ വന്നേക്കുന്നത്? അളിയനും പൊളിച്ചിട്ടുണ്ട്. ചക്കരമ്പേര് ആണല്ലേ? കൊള്ളായിരുന്നു. നമുക്ക് ഗുരുവായൂർ ഒരു അമ്പലം കല്യാണം കണ്ടൊരു ഫീലായിരിക്കും. കാരണം ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഒരുപാട് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് സെറ്റ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ശരിക്കും ആർട്ടിൻ്റെ ടീമിനും പിക്സലും കൊള്ളാം, നല്ലായിരുന്നു. ഒരു എന്താ പറയാ, മടുപ്പിക്കുന്നില്ല നമുക്ക്. അതാണ് പറഞ്ഞത്, നല്ലൊരു കോമ്പോ ആണ്. വീണ്ടും പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ ഒരു കോമ്പോ നല്ല സുഖമുണ്ട്. രണ്ടുപേരെ കട്ടൊക്കെ ഉണ്ട്. സ്കോർ അങ്ങാനും ചാടിപ്പോയിട്ടില്ല. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഹിറ്റ് അത് ജനങ്ങളുടെ കയ്യിലേക്ക് കാര്യമില്ല, എൻ്റെ കയ്യിലല്ലോ. ഞാനിപ്പോൾ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെന്നിട്ട് ഹിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എൻ്റെ പേരിലേക്കും. അത് വേണ്ട, ട്രോളാൻ ഞാൻ അവസരം കൊടുക്കില്ല. എന്തായാലും കൊള്ളാം, ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയാണ്. പിന്നെ എന്താ പറയുക, ഒരാൾക്ക് ഇഷ്ടപ്പെടണം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും വെറൈറ്റി ഉണ്ടാവും. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ചെറിയൊരു ഇത് കിട്ടിയാലും എനിക്ക് ഹാപ്പിയാണ്. ഇത് ഇത്രയും വലിയൊരു കോമ്പോ കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവില്ല.